ക്രീക്ക് മെട്രോ സ്റ്റേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതെ, ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ ഫെസ്റ്റിവൽ സിറ്റി വരെ അബ്രയിൽ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു ജദ്ദാഫ് മറൈൻ സ്റ്റേഷൻ ഉണ്ട്. ആ മറൈൻ സ്റ്റേഷനിൽ നമ്മൾ ബോട്ട് കയറിയിട്ട് RTയുടെ ബോട്ട് കയറിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മളിവിടെ ക്രീക്ക് മെട്രോ സ്റ്റേഷനിൽ വരെ വന്നിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ലൈനിലെ ലാസ്റ്റ് സ്റ്റേഷനാണ്. എത്തിസലാത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന മെട്രോയുടെ ലാസ്റ്റ് സ്റ്റേഷനാണ് പിന്നെ ഗ്രീൻ ലൈൻ. അപ്പോൾ അതുവഴി വന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് ബോട്ടിൽ കയറിയിട്ട് ഫെസ്റ്റിവൽ സിറ്റി പോകേണ്ടത്. അതെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ജദ്ദാഫ് മറൈൻ സ്റ്റേഷൻ വരെ പോകാൻ വേണ്ടിയിട്ട് ഒരു നടപ്പാത ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അധികം വെയിലുണ്ടാകുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കാം. ഫുള്ള് വെയിൽ കൊള്ളാണ്ടിരിക്കൊന്നുമില്ല. 200 മീറ്റർ ഉണ്ട് ഇവിടെ. അതെ, 200 മീറ്റർ നടക്കണം. അപ്പോൾ നമ്മൾ മെട്രോയിലല്ല വന്നത്, കാറെടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൽ. അതാ അവിടെ കുറച്ചൊരു 4-5 കാറുകൾക്ക് പാർക്കിങ്ങുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ വെച്ചിട്ട് മെട്രോ യൂസ് ചെയ്യുന്നവർക്കുള്ള പാർക്കിംഗ് ആണ്. പക്ഷേ നമ്മൾ RTയുടെ സർവീസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തൽക്കാലം അവിടെ ഇട്ടു അല്ലേ. വഴി ഇപ്പുറത്ത് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ നടപ്പാതയിൽ കൂടെ നടന്നുകൊണ്ട് ഈ ഒരു ജദ്ദാഫ് ഏരിയ ഈ ബോട്ടിന്റെയും ഇതിന്റെയൊക്കെ സർവീസിങ്ങും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഒരു ബോട്ട് യാർഡ് പോലെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഒരു പഴയ ബോട്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞത് അല്ലേ. ഇതിൻ്റെ പാരയിലൊക്കെ കുറേ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ മെട്രോയിൽ വരുമ്പോൾ കാണാൻ പറ്റും. അധികമൊന്നുമില്ല, കുറച്ചെണ്ണം. പിന്നെ ഈ ഏരിയയിലൊക്കെ കുറേ സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ബോട്ട് കിടക്കുന്ന അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ. ബഗ്ഗി വരുന്നുണ്ട്, ബഗ്ഗി. ഇവിടെ കണ്ട പഴയ കപ്പലോ എന്തോ ആണിത് അല്ലേ, പണ്ടത്തെ ലോഞ്ചാണ്. അതല്ല മെട്രോയുടെ തൂണാണ്. അങ്ങ് അവിടെ മെട്രോ സ്റ്റേഷൻ വരുന്നത്. അവിടെ നിന്ന് ഇവിടം വരെ തൂണ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കടലിൻ്റെ മുകളിൽ കൂടെ അവർ അങ്ങോട്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ അൽ ജദ്ദാഫ് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പം ഉള്ളിൽ കയറിയിട്ട് നമുക്ക് പോകണം അല്ലേ. അതിനിടയിൽ ഇവിടെ നോൾ കാർഡ് റീചാർജ് ചെയ്യണമെങ്കിൽ റീചാർജ് ചെയ്യാനുള്ള മെഷീനുണ്ട്. അതല്ലേ, ഓക്കെ. ഇങ്ങനെയാണ് ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ സ്റ്റൈലിൽ എടുത്തിട്ടില്ല അല്ലേ ഇത്. അതാ ജദ്ദാഫ് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ. അപ്പം പിന്നെ നിങ്ങൾക്ക് നോൺ കാർഡ് അല്ലെങ്കിൽ മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. അല്ലെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കയറുന്നിടത്ത് തന്നെ. ഇല്ലെങ്കിൽ വെച്ചാൽ മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കയറാം. വെയിലുള്ള സ്ഥലത്തായിട്ട് കയറൂരിട്ട് ഇതിങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോലെ താണിരിക്കുന്നല്ലോ വെള്ളത്തിനടുത്ത്. ബോട്ടിലിരുന്ന് തോണിയിരിക്കുന്നു. വെയിലുള്ള സ്ഥലം എന്ന് വെച്ചാലേ ഇത് ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെ പോവുക. അപ്പൊ ചിലപ്പോൾ അപ്പുറത്ത് ഇടും വെയിലാവും. അതല്ല, കുറച്ചൊക്കെ വെയിൽ കൊള്ളു. വിറ്റാമിൻ ഡി. വണ്ടി കിട്ടും.
അപ്പുറ സൈഡ് ഹൈവേയിൽ. പോകുമ്പോ വെറുതെ കേട്ടോ, ആ സൈഡിൽ നിന്ന് തിര ചിലപ്പോ അടിച്ചു വരും. മേത്തൊക്കെ അടിച്ചു. ഇപ്പൊ ചെറുതായിട്ടൊന്ന് തിരയൊക്കെ അടിച്ചു. ഈ ഒരു ഏരിയയിലാണ് ഈ ഫെസ്റ്റിവൽ സിറ്റിയിൽ ലൈറ്റ് ഷോയും ബാക്കി പരിപാടികളൊക്കെ ദിവസവും നടക്കാറ്. ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട്. ഇത് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് അങ്ങനെ ഓഫ് ചെയ്തു. നമ്മൾ എത്തുന്നതിന് മുന്നേ ഓഫ് ചെയ്തു. ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലേ, 5 മിനിറ്റുള്ള പരിപാടി. തോണി അടുപ്പിക്കുന്നു. ഇങ്ങനെ അടുപ്പിച്ചു അപ്പോൾ തട്ടിമുക്കി അവിടെ കയറിട്ട് കേട്ടോ. കയറിട്ട് ഇതിനെ ആങ്കർ ചെയ്ത് നമ്മളങ്ങനെ ഫെസ്റ്റിവൽ സിറ്റി, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ അല്ലേ. ഇവിടെ എല്ലാം ഈ ഒരു രൂപമാണല്ലോ. നമ്മളെ ഇതെല്ലാം നോക്കി ഈ ഒരു സ്ട്രക്ചറ്. ബ്ലൂ വാട്ടർ അതിലെല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ എക്സ്പോയിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേഷൻ്റെ അടുത്ത് ഇതുപോലെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഓരോ ബോട്ടുകൾ റെന്റിന് എടുത്തിട്ട് പോകാം. ഓരോ മണിക്കൂറിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബോട്ട് എടുത്ത് നമുക്കൊരു വൈകുന്നേരം ഈവനിങ് ഫുൾ ഇവർ കറക്കും. ഇൻക്ലൂഡിങ് ഡിന്നർ, ഫുഡ് എല്ലാം ഉണ്ടാവും. ഒരു പാക്കേജ് ആയിട്ട്. ഫെസ്റ്റിവൽ സിറ്റി മോളിൽ നിന്ന് ഇവിടെ നിന്ന് ലൈറ്റ് ഷോ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും ഈ ഒരു ലൈറ്റ് ഷോ ഉണ്ടാവും. ഡെയിലി മറ്റേതുപോലെയല്ല, ഗ്ലാസ്സൊക്കെ വെച്ച് ക്ലോസ് ചെയ്ത് പിന്നെ ഒരു ബോട്ടാണല്ലേ, വെള്ളം തെളിക്കില്ല.
പതുക്കെ നമ്മുടെ വന്നിറങ്ങിയ ഫെസ്റ്റിവൽ സിറ്റി മറൈൻ സ്റ്റേഷനിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. റൈറ്റ് ബൈ ദ ബേ എന്നൊരു ചെറിയൊരു ഈവനിങ് മാർക്കറ്റ് ഉണ്ട് ഇവിടെ. കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഫുൾ എല്ലാരും അതിനകത്ത് എൻഗേജ്ഡ് ആണ്. ഇവിടെ ഇങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ നടക്കാണ് അല്ലേ? അപ്പം ഈ ഒരു സംഭവം ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ ജദ്ദാഫിന്ന് ഈ ഒരു ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് വരാം. ജസ്റ്റ് 5-6 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അവിടുന്ന് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് മാത്രമല്ല, ഗോൾഡ് സ്റ്റൂക്ക് സ്റ്റേഷനിലേക്കൊക്കെ അബ്ര റൈഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരാൻ താല്പര്യമുള്ള എല്ലാവരും വന്നോ. ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക ചാനൽ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.